അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മളുടെ ഫോണിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഫോണിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കും? അത് നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളാണ്. അതിലൊരു അഡിക്ഷൻ വരുന്നത് അതിലെ എന്താ പറയുക, നമ്മൾ പറയുന്ന മാതിരി ഷോർട്സ്, റീൽസ്, ഈ കാര്യങ്ങൾ മാത്രമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം ഇതിങ്ങനെ പ്രശ്നമാണ്, അങ്ങനെ നമ്മളത് ഒഴിവാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു OTP വരുമ്പോഴോ, ഒരു കോള് വരുമ്പോഴോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബാങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴോ അങ്ങനെ ഫോൺ എടുക്കേണ്ട ഒരു ആവശ്യം വരികയും നമ്മൾ ആ കാര്യം നോക്കുകയും അതിനുശേഷം നമ്മളിതിലേക്ക് എത്തുകയാണ് പലപ്പോഴും ചെയ്യണത്. പിന്നെ നമ്മളുടെ ബോർഡം, നമുക്കിപ്പോൾ ഒഴിവ് സമയമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമ്മളെ സമൂഹം എന്ന് പറയുന്നത് പ്രയാസപ്പെടുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അത് യുദ്ധം കാരണം മാൻമെയ്ഡാണ്. അതൊക്കെ ഒഴിവാക്കിയാൽ നമ്മളെല്ലാവരും, ഒട്ടുമിക്ക ആളുകളും സുഖത്തിലാണ്. ഇന്ന് നമ്മൾ പട്ടിണിക്കാരുണ്ടെങ്കിലും പട്ടിണിക്കാർക്ക് ഇപ്പം നമ്മൾ ഭക്ഷണം എത്തിക്കാനുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു സുഖത്തിൽ ജീവിക്കുകയാണ്. ഇപ്പം സ്ക്രീനില്ലാത്തൊരു കുട്ടി, എനിക്ക് ഫോണില്ല അല്ലെങ്കിൽ സ്ക്രീനില്ല, എനിക്ക് പഠിക്കാൻ ഉപകാരമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ആരെങ്കിലും ആയിട്ട് അത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അത്തരം സുഖങ്ങളിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ആ സുഖങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ ബോർഡം എന്ന് പറയുന്നത്, വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്തതാണ്. കാരണം നമ്മളുടെ ബോഡി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണ്ടത്ര ക്ഷീണിക്കുന്ന ആളുകളുണ്ട്, അവർ വീണ്ടും വീണ്ടും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാത്ത ആളുകൾ അത് ചെയ്യുന്നതല്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധികം ഫോൺ നോക്കിയിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സോഫ്റ്റ് ജോലികളായിരിക്കും. ഇപ്പം എൻ്റെ ജോലി തന്നെ വളരെ സോഫ്റ്റ് ജോലിയാണ്. നമ്മൾ സംസാരിക്കേണ്ടതേ ഉള്ളൂ, അപ്പോൾ അല്ലെങ്കിൽ എഴുതേണ്ടതേ ഉള്ളൂ. നമ്മളുടെ ബോഡിക്ക് യാതൊരു എന്താ പറയുക ആക്ടിവിറ്റിയും വരുന്നില്ല. അപ്പോൾ നമുക്കൊരു ബോർഡം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു സംസാരിക്കാനില്ല അല്ലെങ്കിൽ നമുക്ക് ജോലി ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ സ്ക്രീനിലോട്ടാണ്. അപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കാഴ്ചപ്പാട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമതൊരു കാര്യം, ഒരു ദിവസം നമുക്ക് ഫുഡ് ഹെൽപ്ഫുള്ളാണ് എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഭക്ഷണം കഴിക്കുകയല്ലല്ലോ ചെയ്യണത്. നമുക്ക് ഉറക്കം ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിച്ച് നമ്മൾ 24 മണിക്കൂർ ഉറങ്ങാനിരിക്കുന്നില്ല. ഇങ്ങനെയാണ് ഏതൊരു കാര്യവും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ബാലൻസിലേക്ക് നമ്മൾ ഫോണിനെയും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ഹവേഴ്സ് വരും. ഫോണിൽ തന്നെ നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യേണ്ട സമയങ്ങൾ വരും. അല്ലാത്ത ലീഷർ ആക്ടിവിറ്റീസ്, ഈ ഷോർട്സ്, റീൽസ് പോലത്തെ കാണേണ്ട സമയങ്ങൾ വരും. അതിനൊക്കെ ടൈം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലുള്ള പിള്ളേരോട് മൊബൈൽ അഡിക്ഷൻ നിർത്താൻ പറയുന്നതിന് മുമ്പേ ആദ്യം പാരൻസ് ആയിട്ടുള്ള നമ്മൾ ഇത് നിർത്തണം. ഇത് നിർത്തിയതിന് ശേഷം നമ്മൾ പിള്ളേരോട് പറഞ്ഞാൽ മാത്രമേ അവർക്കിത് അനുസരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു നീതികേട് ഉണ്ടല്ലോ, ആ നീതികേട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം. രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് എപ്പോഴും തുടങ്ങാൻ നല്ലത് നോ ഫോൺ ഹവേഴ്സാണ്. നോ ഫോൺ ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോൺ ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഫിക്സ് ചെയ്തേ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ആദ്യം ഷോർട്ടായിട്ട് തുടങ്ങാം, പിന്നെ കൂട്ടി വരിക. അതിലെപ്പോഴും എല്ലാവരും പറയാറ് യൂഷ്വലി ഉറക്കത്തിൻ്റെ മുന്നുള്ള 1 മണിക്കൂർ, രാവിലെ എണീറ്റതിന് ശേഷമുള്ള ഫസ്റ്റത്തെ 1 മണിക്കൂർ ഇത് നിങ്ങൾ ഫോൺ ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത്. കാരണം ആ സമയത്ത് നമ്മൾ ഏറ്റവും അധികം ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കുക. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് 1 മണിക്കൂർ കഴിയുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ അരമണിക്കൂർ ചെയ്യുക, പിന്നെ അത് 1 മണിക്കൂറാക്കി കൊണ്ടുവരിക. ആവശ്യത്തിന് മാത്രം ഫോൺ. നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വരും. നമ്മൾ ഫോൺ എത്രത്തോളം ഉപയോഗിക്കണം, എത്രത്തോളം ഉപയോഗിച്ച് എനിക്ക് അതിന് എന്താ കിട്ടുന്നത്. പിന്നെ നമ്മളുടെ ഒരു ഭയങ്കരമായ ഒരു ധാരണയാണ്, നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ്, നല്ലതുകൾ എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ. മോശങ്ങളുണ്ട് ശരി തന്നെ, പക്ഷേ അതിൻ്റെ കൂടെ നല്ലതുകളും കിട്ടുന്നുണ്ടല്ലോ. ഇതൊക്കെ ഫോണില്ലാഞ്ഞാൽ എങ്ങനെ കിട്ടും? അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ChatGPT ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു AI ടൂൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് കൂടുതലും എത്തും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം ഓരോ അളവിൽ ഓരോ ആളുകൾക്ക് ഓരോ കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത്. മാനസികവും ശാരീരികവും ഇമോഷണലും ഒക്കെ ആയിട്ടുള്ള കഴിവുകൾ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മളുടെ ഏരിയ എന്തെന്ന് കണ്ടുപിടിക്കുകയും അതിൽ നമ്മൾ സൂപ്പറാവാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ ദൈവം നമുക്ക് തന്ന ആ ഒരു എന്താ പറയുക കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ആ പ്രത്യേകത, നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി അതിൽ ആഡ് ചെയ്യുകയും, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡാവിഞ്ചി വരച്ച മൊണാലിസ ഇത്ര ഫേമസ് ആകുന്നത്, അല്ലെങ്കിൽ രാജാ രവിവർമ്മ വരച്ച പിക്ചറുകൾക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. അതൊക്കെ അതൊരു പെർഫെക്റ്റ് പിക്ചർ ആയതുകൊണ്ട് മാത്രമല്ല,
അതിൽ അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ എന്നോട് എല്ലാവരും ഈ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് നമുക്ക് SOP ക്രിയേറ്റ് ചെയ്യാം. അതായത് എന്താ പറയുക, ഒരു സിസ്റ്റം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യണ്ട. അപ്പോൾ ആ സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്തോളും. നമുക്ക് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി. ഇതന്നെയല്ലേ നമ്മളെ പ്രശ്നം. നമ്മൾ കഴിവതും വെറുതെ ഇരിക്കുന്നതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫോണിലേക്കും മറ്റ് അഡിക്ഷൻസിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. നമ്മൾ ശരിക്കും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ്. അതിന് നമുക്ക് ഓരോ കാലം ദൈവം വെച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്നവരാണ്. പിന്നീട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ്. പിന്നീട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഗ്രഹം ഉണ്ടായാലും വാർദ്ധക്യം കാരണം അത് കഴിയാതെ പോകുന്നവരാണ്. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയുള്ളൂ. അപ്പം അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി, അതാണ് ഈ പെർസ്പെക്റ്റീവ് ക്രിയേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചിട്ട് ഇതിൻ്റെ സ്ഥാനത്ത് ഇതിനെ നിർത്താൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ സ്ഥാനത്ത് നിൽക്കുള്ളൂ. പിന്നെ പലപ്പോഴും ഇപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ കള്ളു കുടിക്കുമ്പോൾ ആളുകൾ എന്താ പറയുക, ടെൻഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലോണം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതേ പറഞ്ഞ പോലെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതി കൂടിയാണ് ഇപ്പോൾ ഫോൺ. അപ്പോൾ ആളുകൾ എന്നോട് എത്രയോ പേഷ്യൻസ് വന്ന് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഫോണിലേക്ക് വീണ്ടും വിളിച്ച് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടണ്ടേ, എന്തെങ്കിലും ഇപ്പോൾ അതിലൊരു രസം പൈലേ ഉള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഭാര്യൻ്റെ അടുത്തേക്ക് നോക്കിയാലും വീട്ടിൽ നോക്കിയാലും പിള്ളേരുടെ അടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ജോലി സംബന്ധമായി നോക്കിയാലും ഒക്കെ ടെൻഷനേ ഉള്ളൂ. ആകെ ഒരു സമാധാനം അത് നോക്കുമ്പോഴാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇത് നോക്കിയിരുന്നു പോകും. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ശരിക്കും പറയുന്ന ഒരു എസ്കേപ്പിസാണ്. ഈ സിഗരറ്റ് വലിക്കുന്ന കള്ള് കുടിക്കുന്ന ആൾ പറയുന്ന സെയിം എക്സാമ്പിളാണ് ഇവരും പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് മുഴുകി വീണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന ജീവിതത്തെ നമുക്ക് ഇഷ്ടമല്ലാതാവുകയാണ്. അതിലുള്ള അസ്വാരസ്യങ്ങൾ അതൃപ്തികളെ നമ്മൾ ഇത് വെച്ചാൽ മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എസ്കേപ്പിസം കളിക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റണം. അത് മാറ്റാതെ നമ്മൾ അഡിക്ഷൻ മാറുമോ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അവനൊരു ചായക്കടയിൽ പോയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നാലേ പണ്ട് നമ്മൾ ചുറ്റുപാടൊക്കെ നോക്കി അതൊക്കെ ആസ്വദിച്ച് ചിലപ്പോൾ അവിടെയുള്ള ആരെങ്കിലുമൊക്കെ പരിചയപ്പെടും, വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. ഇപ്പം നമുക്ക് അതൊക്കെ ചെയ്യാനൊരു പ്രശ്നമാണ്, ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ പണ്ട് ഈ സലാം പറയാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും ഉമ്മ, അസ്സലാമു അലൈക്കും ഉപ്പ എന്ന് പറയണം. അപ്പോൾ ഇത് പറയുന്ന ശീലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോൾ ഭയങ്കര മടിയാണ്. എങ്ങനെ ഇപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ സലാം പറയാം, അത് ഒരു മടിയുള്ളൊരു കാര്യമായിട്ട് തോന്നിയിരുന്നു. പിന്നെ അത് പറഞ്ഞ് ചിരിച്ചപ്പോൾ കുഴപ്പമില്ലാതായി എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഇപ്പോൾ ആളുകൾക്ക് തമ്മിൽ സംസാരിക്കുന്നത് ഒരു കുറച്ചിലിൻ്റെ ഒരു മടിയുടെ കാര്യം. എന്തിനാ ഓല കാര്യത്തിൽ ഇടപെടേണ്ടത്, ഞാൻ എന്താണെന്ന് അവരെ അറിയേണ്ട ആവശ്യം എന്താ? അങ്ങനെയല്ല, നമ്മൾ സാമൂഹിക ജീവികളല്ലേ, നമുക്ക് തമ്മിൽ പരിചയപ്പെടുന്നതുകൊണ്ട് ഗുണേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു ഗാദറിങ്ങിലോ ഒരു ചായക്കടയിൽ പോയാൽ മറ്റുള്ള ആളുകളെ പരിചയപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഫോണിൽ സ്ക്രീനിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പല ആളുകളും ഈ സ്ക്രീനിൽ നോക്കുന്ന ഒന്നും നോക്കാനുള്ള, ഞാനടക്കം ഒന്നും നോക്കാണ്ടായിട്ടല്ല, നമ്മളവിടെ പോയിട്ട് ബോറടിക്കണ്ട, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാമല്ല, നമുക്ക് എങ്ങോട്ടും നോക്കാമല്ല, ആരോടും സംസാരിക്കാമല്ല. അതിന് പകരം ഫോൺ എടുത്തിട്ട് നമ്മളൊരു പരിചയം ഇങ്ങനെ വെക്കുകയാണ്, മുഖം മറച്ചുകൊണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് തന്ന ഈ ഇൻഡിവിജ്വാലിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ മെല്ലെ 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 മെഷീനൈസ്ഡായിട്ട് മാറുകയാണ്. ഇന്ന് AI വരുമ്പോൾ, മറ്റു ടൂളുകൾ വരുമ്പോൾ എല്ലാം സ്ട്രക്ചേർഡും ഇതുമായിട്ട് വരുമ്പോൾ നമ്മളുടെ ഈ മനുഷ്യന് അള്ളാഹു അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചിരുന്ന ആ ഒരു ഗുണം ഉണ്ടല്ലോ, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെട്ടു പോകാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടേ നിങ്ങൾ ChatGPT നിങ്ങളോട് പറയുന്ന ഏത് സ്റ്റെപ്പും നിങ്ങൾ എടുത്തിട്ട് കാര്യമുള്ളൂ. ഇത് ക്രിയേറ്റ് ചെയ്യാതെ, മൈൻഡ്ഫുൾനെസ് ഇല്ലാതെ, ജീവിതത്തിന് വാല്യൂ കൊടുക്കാതെ, നമ്മളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ റെഡി ആവാതെ, നമ്മൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളുടെ ശരീരം ശരിയാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് മൊബൈൽ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ മൊബൈലിനെ നിങ്ങൾ ശത്രുവായിട്ടല്ല കാണേണ്ടത്, മിത്രമായിട്ട് കാണുക. പക്ഷെ ആ മിത്രത്തെ ഇരുത്തേണ്ട സ്ഥലമുണ്ട്, അവിടെ ഇരുത്തണം. അതിനപ്പുറത്തേക്ക് ഇരുത്തി കഴിഞ്ഞാൽ അത് നമ്മളെ ഇങ്ങോട്ട് നിയന്ത്രിക്കാൻ തുടങ്ങും. അത് മറ്റേതൊരു കള്ള് പോലെ, കഞ്ചാവ് പോലെ, MDMA പോലെ, സിഗരറ്റ് പോലെ ഒരു അഡിക്ഷനാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.